ഇപ്പം ഈ ഒരു ടൈപ്പ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഫിലിംസിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുവരെ ഹൈ എസ്റ്റീമിൽ നിന്നിരുന്ന ഫിലിംസ്, ആ ഒരു ഫിലിംസിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ അൺടച്ചബിളായിരുന്നു, ക്രിറ്റിസിസത്തിന് വരെ അൺടച്ചബിളായിട്ടുള്ള ഹൈ എസ്റ്റീം ഫിലിംസ് ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ന്യൂ വേവ് ഫിലിംസ് വന്നത്. ഈ ഒരു ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ ബഡ്ജറ്റ് അപ്രോച്ചിലൂടെ ഉണ്ടാക്കുന്ന ഫിലിംസാണ് ന്യൂ വേവ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ പറഞ്ഞു വളരെ ലൈറ്റായിട്ടുള്ള ടെക്നിക്സും വളരെ ലെസ് ലൈറ്റും അതുപോലെ തന്നെ ഡയറക്റ്റ് സൗണ്ട്സും ഒക്കെയാണ് ഇതിന് ആവശ്യം. പിന്നെ ഡോക്യുമെൻ്ററി സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ലോ ബഡ്ജറ്റ് അപ്രോച്ചാണ് ഈ ഒരു ന്യൂ വേവ് ഫിലിംസിൽ വരുന്നത്. ലോ ബഡ്ജറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫിലിംസ് ഉണ്ടാക്കാൻ കഴിയും. ചാർലി ചാപ്ലിൻ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഓർസൺ വെൽസ്, ഹൊവാർഡ് ഹോക്സ്, ജോൺ ഫോർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫോർവേഡ് തിങ്കിങ് ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ ഫോർവേഡ് ഫിലിം തിങ്കിങ് ഡയറക്ടേഴ്സൊക്കെ ഈ ഒരു അപ്രോച്ചിനെ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം മേക്കിങ്ങിനെ, ഈ അവൻഗാർഡ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂ വേവ് ഫിലിംസിനെ അഡ്മയർ ചെയ്യാണ് ചെയ്തത്. പക്ഷേ ചില ഹോളിവുഡ് ഫിലിംസൊക്കെ ട്രഡീഷണലായിട്ട് പോന്നിരുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ നറേറ്റീവ് ഫ്ലോയിൽ ഫിലിംസ് പ്രസൻറ്റ് ചെയ്തിരുന്ന ചില ഹോളിവുഡ് ഫിലിംസ് സ്ട്രോങ്ലി ഈ ഒരു ന്യൂ വേവ് ഫിലിംസിനെ ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്തത്. ഫ്രഞ്ച് ന്യൂ വേവ് മൈറ്റ് ഹാവ് ഓൾസോ ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റാലിയൻ ന്യൂ റിയലിസം. അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് ന്യൂ വേവ് ഇതിനുമായിട്ട് വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള മറ്റൊരു മൂവ്മെൻറ്റാണ് ഇറ്റാലിയൻ ന്യൂ റിയലിസം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ന്യൂ വേവ് ഫിലിംസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അൺപ്രസിഡൻറ്റഡ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രഷൻ സച്ച് ആസ് ലോങ് ട്രാക്കിംഗ് ഷോട്ട്സ് ലൈക്ക് ഫേമസ് ട്രാഫിക് ജാം സീക്വൻസ് ഇൻ ഗൊഡാർഡ്സ് 1967 ഫിലിം വീക്കെൻഡ്. അപ്പം ഇതിൽ അതുവരെ ഉണ്ടായിരുന്ന ഫിലിംസിൽ അല്ലെങ്കിൽ മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് അതാണ് അൺപ്രസിഡൻറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവരെ ഉണ്ടാവാത്ത അല്ലെങ്കിൽ മുമ്പൊന്നും ഇല്ലാതിരുന്ന ഒരു മെത്തേഡ്സ് ഓഫ് എക്സ്പ്രഷനാണ് ഈ ന്യൂ വേവ് ഫിലിംസിൽ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ലോങ് ട്രാക്കിംഗ് ഷോട്ട്സൊക്കെയാണ് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഈ ഗൊഡാർഡ്സിൻ്റെ ഫിലിം 1967 ഉണ്ടായിരുന്ന വീക്കെൻഡ് എന്ന് പറഞ്ഞ ഗൊഡാർഡിൻ്റെ ഫിലിം, ഈ ഒരു ഫിലിമിൽ ഒരു ട്രാഫിക് ജാം സീക്വൻസ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാഫിക് ജാം സീക്വൻസാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷന് അല്ലെങ്കിൽ ഈ ഒരു അൺപ്രസിഡൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രഷന് എക്സാമ്പിളായിട്ട് ഈ ഒരു ഗൊഡാർഡ്സിൻ്റെ ഫിലിമിലെ വീക്കെൻഡ് എന്ന് പറഞ്ഞ ഫിലിമിലെ ഈ ഒരു ഫേമസ് ട്രാഫിക് ജാം സീക്വൻസിനെ നമുക്ക് പറയാൻ പറ്റും. അത് ലോങ് ട്രാക്കിംഗ് ഷോട്ടിൽ പ്രസൻറ്റ് ചെയ്ത ഒരു ഫിലിമാണ്. അതുപോലെ തന്നെ ദിസ് മൂവി ഫീച്ചേർഡ് എക്സിസ്റ്റൻഷ്യൽ തീംസാണ് ഈ ന്യൂ വേവ് ഫിലിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുമ്പോൾ അസ്തിത്വവാദം എന്നൊക്കെ പറയും മലയാളത്തിൽ. എന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റൻസ്, ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഏതൊക്കെ രീതിയിലാണ് എന്ന് വെച്ചാൽ മനുഷ്യനക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ അബ്സേർഡിറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള തീംസ്, അല്ലെങ്കിൽ ഈ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതൊക്കെയാണ് ഈ ഫിലിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ സ്ട്രെസ്ഡ് ആയിട്ട് പോകുന്ന ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ അത് ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ അബ്സേർഡിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡിവിജ്വൽസ്, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെയൊക്കെ ഈ ഫിലിംസിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. And these films will with irony and sarcasm. The films also tend to reference other films. അതുപോലെ തന്നെ വളരെ ഐറോണിക്കലായിട്ടുള്ള, വളരെ ഐറണി നിറഞ്ഞിട്ടുള്ള, വളരെ സർക്കാസ്റ്റിക് റിമാർക്സും മറ്റുള്ള ഫിലിംസാണ് ഈ ന്യൂ വേവ് ഫിലിംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെനി ഓഫ് ദ ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസ് were produced on tight budgets, often shot in a friend's apartment or yard, using the director's friends as the cast and crew. നമ്മൾ പറഞ്ഞു വളരെ ലോ ബഡ്ജറ്റ് അപ്രോച്ചാണ് ഈ ഫിലിം ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ അധികം ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസും ടൈറ്റ് ബഡ്ജറ്റ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മിക്കവാറും ഷോട്ട് എടുത്തിട്ടുണ്ടായിരിക്കുക ഇപ്പോൾ ഡയറക്ടറിൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോ യാർഡിലോ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഫ്രണ്ട്സായിരിക്കും കാസ്റ്റായിട്ടും ക്രൂ ആയിട്ടും ഈ ഫിലിമിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വളരെ ലോ ബഡ്ജറ്റായിട്ട് ടൈറ്റ് ബഡ്ജറ്റിലായിരിക്കും ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക.
Directors were also forced to improvise with equipment. For example, using a shopping cart for tracking shots. അതുപോലെ തന്നെ ആദ്യം തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഷോട്ട് എടുക്കുക അങ്ങനെയുള്ളതൊന്നും അല്ലാതെ അപ്പോൾ വെച്ചിട്ട് എന്താണോ അവർക്കപ്പോൾ കിട്ടുന്നത്, തൽക്കാലം എന്താണോ കിട്ടുന്നത് അത് വെച്ച് ആ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് എന്താണ് ഫിലിംസ് എടുക്കുക. ആ ഒരു രീതിയിലൊക്കെ ഡയറക്ടേഴ്സ് എന്താണ് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഫിലിം പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ ടൈറ്റ് ബഡ്ജറ്റ്സിലായിരിക്കും ഈ ഫിലിംസ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോ യാർഡിലോ വെച്ച് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഫ്രണ്ട്സിനെ തന്നെ കാസ്റ്റും ക്രൂ ആയിട്ടും എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ദ കോസ്റ്റ് ഓഫ് ഫിലിം വാസ് ഓൾസോ എ മേജർ കൺസേൺ. ദസ് എഫേർട്സ് ടു സേവ് ഫിലിം ടേൺ ഇൻ ടു സ്റ്റാലിസ്റ്റിക് ഇന്നോവേഷൻസ്. അപ്പോൾ ഫിലിമിൻ്റെ കോസ്റ്റ് വളരെ മേജറായിട്ടുള്ള കൺസേൺ ആണ് ന്യൂ വേവ് ഫിലിംസിനെ സംബന്ധിച്ച്. ഫിലിമിന് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്സ് എന്താണ് പലപ്പോഴും സ്റ്റാലിസ്റ്റിക് ഇന്നോവേഷൻസിലേക്ക്, വളരെ സ്റ്റാലിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേഷൻസിലേക്ക് എത്താറുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ജീൻ ലൂക്ക് ഗൊഡാർഡ്സ് എന്ന് പറഞ്ഞ ജീൻ LUC ആണ്, ജീൻ ലൂക്ക് ഗൊഡാർഡ്സ് GODARDS, ജീൻ ലൂക്ക് ഗൊഡാർഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടർ, ആ ഒരു ഡയറക്ടറിൻ്റെ ബ്രീത്ത്ലെസ് എന്ന് പറഞ്ഞ ഫിലിം, ആ ഒരു ഫിലിം വളരെ ലോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ് 1.5 hours കട്ട് ചെയ്യണം, ആ ഒരു ഫിലിമിനെ കട്ട് ചെയ്യണം. അപ്പോൾ ജീൻ പിയർ മെൽവില്ലെ എന്ന് പറഞ്ഞ ആളുടെ സജഷൻ അനുസരിച്ച് എന്താണ് ഈ ഒരു ഫിലിമിനെ കട്ട് ചെയ്യാണ്. ആര്? ജീൻ ലൂക്ക് ഗൊഡാർഡ് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ഫിലിമിൽ നിന്ന് ലോങ് ആയിട്ട് എടുത്തതാണല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് സെവറൽ സീൻസ് എന്താണ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സെവറൽ സീൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജമ്പ് കട്ടാണ്. ജമ്പ് കട്ട് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് നബീൽ സാർ എടുത്ത ആ ഒരു പോർഷനിൽ വരുന്നതാണ് ജമ്പ് കട്ട്. അപ്പോൾ ജമ്പ് കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തീരെ മാച്ച് അല്ലാത്ത ഷോട്ട്സ് തമ്മിൽ തന്നെ എന്താണ് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മാച്ചിങ് ഫീൽ ചെയ്യൊന്നുമില്ല. അപ്പോൾ എന്താണ് ഒരു വൈരുദ്ധ്യമൊക്കെ തോന്നും. അപ്പോൾ എങ്കിൽ പോലും അങ്ങനെയുള്ള ജംപ് കട്ട്സ് യൂസ് ചെയ്യുകയാണ്. ഒരുപാട് സെവറൽ സീൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ജംപ് കട്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. ആസ് ദ വർ ഫിലിംഡ് ഇൻ വൺ ലോങ് ടേക്കിലെടുത്ത ഫിലിമാണ് അത്. ജംപ് കട്ട് യൂസ് ചെയ്തിട്ട് എന്താണ് ഒരുപാട് സെവറൽ സീൻസ് എന്താണ് റിമൂവ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പാർട്സ് ദാറ്റ് ഡിഡ് നോട്ട് വർക്ക് വാസ് സിംപ്ലി കട്ട് ഫ്രം ദ മിഡിൽ ഓഫ് ദ ടേക്ക്. എന്നുവെച്ചാൽ അത്ര ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പാർട്സ് ദാറ്റ് ഡിഡ് നോട്ട് വർക്ക് ചെയ്യാത്ത പാർട്സ് എന്താണ് മിഡിൽ നിന്നൊക്കെ എന്താണ് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഫിലിമിനെ 1.5 hours ആക്കിയിട്ട് ചുരുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ജീൻ ലൂക്ക് ഗൊഡാർഡിൻ്റെ ഈ ബ്രീത്ത്ലെസ് എന്ന് പറഞ്ഞ ഫിലിമിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പം അത് ന്യൂ വേവ് ഫിലിംസിൻ്റെ ഒരു ടെക്നിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീൻ ലൂക്ക് ഗൊഡാർഡ് എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹം എന്താണ് ബെസ്റ്റ് എക്സ്പോണൻറ്റ് ഓഫ് ജമ്പ് കട്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക് വളരെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് വളരെ നന്നായി യൂസ് ചെയ്ത ഒരു ബെസ്റ്റ് എക്സ്പോണൻ്റാണ് ജീൻ ലൂക്ക് ഗൊഡാർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസിൽ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പിന്നെ വരുന്നത് മലയാളം ന്യൂ വേവിനെ കുറിച്ചിട്ടാണ്. മലയാളം ന്യൂ വേവ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും സ്വയംവരം എന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഫിലിമിനെയാണ് ഇവിടെ എന്താണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഓൾ.